നമ്മൾ നായകനോളം പോകുന്നൊരു പ്രതിനായകൻ അല്ലെങ്കിൽ നായകൻ്റെ മുകളിൽ നിൽക്കുന്നൊരു പ്രതിനായകൻ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് ഈ നായകൻ വില്ലൻ ക്ലാഷ് വരുമ്പോൾ എനിക്കെപ്പോഴും വില്ലൻ എത്രത്തോളം സ്ട്രോങ് ആവുന്നു അത്രത്തോളം സ്ട്രോങ് ആവും നായകൻ. പുള്ളി ഇപ്പം കഴിഞ്ഞ കുറച്ചധികം സിനിമകൾ എടുത്ത് നോക്കിയാൽ പലതരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു റിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥ പറഞ്ഞാൽ അപ്പണി. മൊത്തം എത്ര ഫൈറ്റ് സീക്വൻസ് പറയില്ല. അത് എന്താ പറയാൻ പറ്റുക ഇപ്പോൾ ഫൈറ്റുകളെ കുറിച്ച്? ഫൈറ്റ് അതെ, ഫൈറ്റ്സ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. പുള്ളി അങ്ങനെ വിജയപരാജയങ്ങൾ മാനദണ്ഡമാക്കിയല്ല ആളുകളോട് സഹകരിക്കുന്നതും ഡേറ്റുകൾ കൊടുക്കുന്നതും. കഥ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ക്രൈറ്റീരിയ. നമുക്കില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഇമ്പാക്ട് ഒരിക്കലും വരില്ല. അത് അൺഡൗട്ടഡ്ലി വരില്ല. നമസ്കാരം. ടർബോയുടെ വിശേഷങ്ങളുമായി മിഥുൻ, അഞ്ജന ആൻഡ് രാജ്ബി ഷെട്ടി, മൂവർക്കും സ്വാഗതം. ഹലോ. ഈ ടർബോ എന്ന് ഫസ്റ്റ് ഒരു ഹൈപ്പ് കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൈശാഖിന്റെ ഡയറക്ഷൻ, മിഥുന്റെ സ്ക്രിപ്റ്റ്, പിന്നെ മമ്മൂക്ക. ഈ ഒരു കോംബോയിലൊക്കെ എങ്ങനെയാണ് എത്തുന്നത് മിഥുൻ? എഡിറ്റർ ഷമീർ മുഹമ്മദ് എൻ്റെ സുഹൃത്താണ്. അപ്പം ഷമീറാണ് ആദ്യമായിട്ട് വൈശാഖ് ഏട്ടനെ എനിക്ക് പരിചയപ്പെടുത്തിരുന്നത്. വൈശാഖ് എനിക്കറിയാം, ഐ മീൻ സിനിമകളിലൂടെ അറിയാം, പേഴ്സണലി അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഷമീറാണ് ഇങ്ങനെ വൈശാഖ് ഏട്ടനോട് ഒരു കഥ അന്വേഷിക്കുന്നുണ്ട്, ഇന്നത്തെ കഥയുണ്ടോ, ഒന്ന് മീറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു, പല കഥകളും ഡിസ്കസ് ചെയ്തു. അതിൽ വൈശാഖ് ഏട്ടന് ഞാൻ വൈശാഖ് ഏട്ടനും കൂടെ ഒരു റാപ്പോ സംഭവിച്ചു. അതിനകത്ത് ഞാൻ പറഞ്ഞ കഥകളിൽ വൈശാഖ് ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കഥയാണ്, ടർബോ. അന്ന് ഇതിൻ്റെ പേരതല്ല, പേരൊക്കെ ഞങ്ങൾ പിന്നീട് തീരുമാനിച്ചത്. അപ്പോൾ ഷമീർ മുഹമ്മദ് വഴിയാണ് വൈശാഖ് ഏട്ടൻ എത്തുന്നതും. അങ്ങനെ ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ടതിൽ മമ്മൂക്കയാണ് അഭിനയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതൊക്കെ വൈശാഖ് ഏട്ടൻ. പിന്നെ കണ്ണൂർ സ്ക്വാഡിൻ ലൊക്കേഷനിൽ പോയി കഥ പറഞ്ഞ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് അല്പം വലിയ രീതിയിൽ തന്നെ കൺസീവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇവരെപ്പോലുള്ള ആളുകളൊക്കെ അതിലേക്ക് വന്നു. ഈ ഓസ്ലറിന്റെ ഒരു ഡിസ്കഷൻ മുമ്പാണോ അതിനുശേഷമാണോ? ആക്ച്വലി കണ്ണൂർ സ്ക്വാഡിന്റെ ലൊക്കേഷനിൽ ടർബോന്റെ കഥ പറയാൻ പോയതാണ്. പിന്നെ അവിടെ ആ ടർബോന്റെ കഥ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ ആയി എല്ലാം തീരുമാനിച്ചിട്ട് വെറുതെ ഞങ്ങൾ ബോറടിച്ച് സംസാരിക്കാൻ വിഷയമൊന്നും ഇല്ലാതിരുന്നൊരു അവസരത്തിൽ നമുക്ക് തഞ്ചാറാവിന് വെച്ച് പടം ചെയ്യാൻ പോകുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അതിന്റെ കഥയൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞാണ് അതിന്റെ കഥ. അങ്ങനെയാണ് പുള്ളി ഓസ്ലറിൽ അഭിനയിക്കാൻ തയ്യാറാവുന്നത്. ഇപ്പോ മുമ്പ് ടർബോ പീറ്റർ എന്നൊരു മൂവി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നീട് ആ ക്യാരക്ടർ, ആ ഒരു പേരാണ് കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോ അതൊരു ആക്ഷൻ കോമഡി ടൈപ്പ് ഓഫ് മൂവി ആയിരുന്നു. അത് ആക്ഷൻ കോമഡി ആണോ എന്ന് ചോദിച്ചാൽ ആക്ഷൻ കോമഡി ആണ്, പക്ഷെ അത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നില്ല. അത് വേറൊരു തരം എന്താ പറയാ, ഒരു ദിവസം സംഭവിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ കഥാപാത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇപ്പൊ ജോസിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അതായത് രണ്ട് കഥകളായിരുന്നു. എ പി ജോസ് അരുവിപ്പുറത്ത് ജോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം എൻ്റയർലി വേറൊരു സ്ഥലത്ത് വേറൊരു കഥയിൽ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിരുന്ന ഒരു എന്താ പറയാ ഒരു കഥയാണത്. അതും ഇതുമായിട്ട് ഒന്നുമില്ല, ഒരു ബന്ധമില്ല. ഈ ടർബോ എന്ന പേര് ഇതിന് കറക്റ്റ് ആപ്റ്റ് ആയിരിക്കും ഒരു തോട്ട് അതെങ്ങനെയാണ്? പല പേരുകൾ തപ്പി ഇങ്ങനെ അന്വേഷിച്ചു. ഇതിൻ്റെ ആദ്യത്തെ പേര് വേറെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പടം നമ്മൾ ഈ ലെവലിൽ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റിൽ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയിലേക്ക് മാറ്റാം. ആക്ഷനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു തിരക്കഥയിൽ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു പവർഫുൾ പേര് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പടം ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ടർബോ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ടർബോ എടുക്കാൻ തീരുമാനിച്ചു. കുറച്ചുകൂടി ആപ്റ്റ് ആയിരിക്കും എന്നുള്ള മിഥുന്റെ ഒരു കോൺഫിഡൻസ് എന്തായാലും ഇല്ല. നമ്മൾ സിനിമകൾക്ക് പല പേരുകൾ ആലോചിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് ലാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക. അതിനകത്ത് ടർബോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ ലാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ജോസ് എന്ന ക്യാരക്ടറിനെ കുറിച്ച് എന്താ മമ്മൂക്കയുടെ ഒരു ഫാൻസിനും അതേപോലെ സാധാരണ സിനിമാ പ്രേക്ഷകർക്കും ഒക്കെ? ജോസ് ആ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ ജോസ് എല്ലാവരുടെയും ജോസേട്ടായാണ്. ജോസേട്ടായി എന്നാ ഉണ്ട് എന്ന് ചോദിക്കുന്ന നമ്മുടെ നാടുകളിൽ നമ്മുടെ സൗഹൃദ വലയത്തിലൊക്കെ നമുക്കുള്ള ഒരു സീനിയർ ചേട്ടായി. അദ്ദേഹം ഇടുക്കിയിലെ ഹൈ റേഞ്ചിൽ ടൂറിസ്റ്റുകളെ ട്രിപ്പ് കൊണ്ടുപോകുന്ന, സൈറ്റ് സീയിങ്ങിനെ കൊണ്ടുപോകുന്ന, അഡ്വഞ്ചർ ഡ്രൈവിനെ കൊണ്ടുപോകുന്ന ഒരു ജീപ്പ് ഡ്രൈവറാണ്. അമ്മയോടൊത്ത് താമസിക്കുന്ന, പള്ളിയും ഇടവകയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാ പ്രശ്നങ്ങളും തൻ്റെ പ്രശ്നങ്ങളാക്കി സുഹൃത്തുക്കളുടെ പുള്ളി ഏറ്റെടുക്കുകയും അതിലൊക്കെ ഇടപെടുകയും അതൊക്കെ ചില സമയങ്ങളിൽ വള്ളിയാവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ എടുത്തിയാട്ട സ്വഭാവമൊക്കെ ഉള്ള ഒരു മിരുമിരിപ്പൊക്കെ ഉള്ള, അതുകൊണ്ട് അയാളുടെ സ്വഭാവത്തിനുള്ളൊരു ടർബോ എന്നുള്ളൊരു സാധനം, അതുകൊണ്ടാണ് പുള്ളിയെ ടർബോ ജോസ് എന്ന് നാട്ടുകാർ വിളിക്കുന്നത്. മൊത്തത്തിൽ അപ്പൊ അത് പറഞ്ഞ പോലെ ഒരു ടർബോ മൂഡിൽ തന്നെയായിരിക്കും സിനിമ പോകുന്നത്. ഒരു എക്സ്ട്രാ ചാർജ് ഉണ്ട് പുള്ളിക്ക്. ആ ക്യാരക്ടറും ആ സിനിമ ആ ഒരു എക്സ്ട്രാ ചാർജോടെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിനിപ്പോ നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുക, ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ മമ്മൂക്ക ഇതിനു മുമ്പ് കോട്ടയം കുഞ്ഞിച്ചിലാകട്ടെ അല്ലെങ്കിൽ നസ്രാണിയിലേക്ക് വരാം, അങ്ങനെ ഒരുപാട് ഇപ്പൊ മറവത്തൂർ കനവായാലും ശരി, ഒരു അച്ചായൻ്റെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിന്റെ വിവിധ ഷെയ്ഡുകൾ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ജോസിലേക്ക് വരുമ്പോൾ ഈ കഥാപാത്രങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതോ അല്ലെങ്കിൽ അതിനെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചോ? എങ്ങനെയായിരുന്നു? മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രെയിലറിനകത്തൊക്കെ നമ്മൾ ജോസ് അച്ചായൻ എന്നുള്ളത് വേറൊരു സ്ഥലത്തേക്ക് വെച്ചിട്ട് ജോസേട്ടായി മാറുന്നത് തന്നെ മറ്റു കഥാപാത്രങ്ങളുമായിട്ട് രൂപത്തിലോ സാമ്യതയിലോ ഒന്നും നമ്മളൊന്നും പിടിച്ചിട്ടില്ല. മാക്സിമം കഥാപാത്രങ്ങളിൽ ഒരു ജോസേട്ടായി അങ്ങനെയാണ് പിടിച്ചത്. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പോൾ രാജ്ബി സാർ, എങ്ങനെയുണ്ട് ഈ ഒരു സിനിമയിലൂടെ ഫസ്റ്റ് മലയാളം മൂവി അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ ട്രെയിലർ വന്ന ശേഷം വളരെ ഒരു ഹൈപ്പെല്ലാം കൂടുതലായി, കൂടുതലായി. പക്ഷേ ഇത് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആവുന്ന ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് ഒരു ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇതിന്റെ റൈറ്റർ, ഇതിന്റെ ടെക്നീഷ്യൻസ്, ഇതിന്റെ ഡയറക്ടർ, അവരുടെ ഒരു പാഷൻ. We need to make this project as better as possible by us. That was the common intention of everybody who worked in this project. അങ്ങനെ ഒരു passionate, hungry technicians, if you work with them, I think the project will get benefited by it. Fortunately, it has benefited till now, the trailer. Let's hope that it will be reflected in the cinema as well. Okay. ഇപ്പോ താങ്കളുടെ കഥാപാത്രം വെട്രിവേൽ, ആ ക്യാരക്ടറെ കുറിച്ച് എന്താ ഇപ്പൊ ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുക? വെട്രിവേൽ ഷൺമുഖ സുന്ദരാണിയുടെ പേര്. ഈസ് എ വെരി കോൺഫിഡന്റ് മാൻ ആൻഡ് ഹി ഹാസ് ഹിസ് ഓൺ സ്വാഗ് ആൻഡ് സ്റ്റൈൽ. അത് he is not acting stylish, but because of that confidence, there is a style in the way he walks or the way he carries himself. And we always used to speak about his psychology. His psychology is he doesn't has anything to do with society. Society ende engane kaanu, engane judge cheyu, inganathe oru avante thoughts um illatha oru manushyana. Angane if he is like that, then it adds a lot of confidence, and if his intentions are bad, then it makes him the most villainous. And that would be വെട്രിവേൽ ഷൺമുഖ സുന്ദർ. ഇപ്പോൾ താങ്കൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഇവിടെ മലയാളത്തിലുണ്ടല്ലോ. ഇപ്പോൾ താങ്കളുടെ മുൻ മൂവീസ് ടോബി അല്ലെങ്കിൽ ഗരുഡഗമന വൃഷഭവാഹന, ആ മൂവീസൊക്കെ ഭയങ്കരമായിട്ട് പ്രേക്ഷകർ, ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ലൗഡുമാണ്. ഈ കഥാപാത്രം അങ്ങനെ ഒരു ലൗഡ് ക്യാരക്ടർ ആണെന്നാണ് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ പറഞ്ഞ മുൻ കഥാപാത്രങ്ങളിൽ നിന്ന് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു തോട്ട്. ആക്ച്വലി ഐ ഡിഡ്ന്റ് ഫീൽ ദേ ആർ ലൗഡ്. See, loud is. നീ പറഞ്ഞപ്പോഴാണ് ഞാനത് ലൗഡ് ആണെന്ന് ആലോചിച്ചത്. It is not loud actually. Loud is this one. Yeah, this is loud. The reason being, when Shiva, if you exclude his dance, where is his loudness? He doesn't speak. He doesn't do anything. When you kill somebody, you will shout. That's an animal character. You won't call it loud. The thing is, if you see Ondu Muttai Kathe, that is subtle. It is not subtle acting. The character is subtle. There is a difference between subtle acting and subtle character. If there is a bank manager, he cannot speak like Shiva. If he speaks like Shiva, that is actually loud acting. Idil actually, I can't call him loud, but he has his style, which is vibrant and loud. Avande character loud illa. പക്ഷെ അവന്റെ സ്റ്റൈൽ വൈബ്രന്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ആര് ഹെലികോപ്റ്ററിൽ വരും അല്ലേ? Please look at me, is his style. So when he is please look at me,
and I'll come with a BD, then I need to be, that. Yeah. It's that like, that's the thing. Like, there is nothing subtle in acting. It's about like, for example, if you see Avesham, it's not about subtle acting. It's about acting as the character. That's the world of the character. That's the psyche of the character. So you need to be genuine to the psyche of the character, rather than you decide that like, I'll be subtle here, I'll be nothing like that. We are all animals. Different animals express in a very different way. Okay. അപ്പോൾ ഇദ്ദേഹത്തിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ വെട്രിവേൽ എന്ന ക്യാരക്ടർ ആക്കാം, അല്ലെങ്കിൽ ആ കഥാപാത്രം ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നായകനോളം പോകുന്നൊരു പ്രതിനായകൻ, അല്ലെങ്കിൽ നായകന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രതിനായകൻ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് എനിക്ക് ഈ നായകൻ വില്ലൻ ക്ലാഷ് വരുമ്പം എനിക്കെപ്പോഴും ഉള്ളത്. വില്ലൻ എത്രത്തോളം സ്ട്രോങ് ആവുന്നു അത്രത്തോളം സ്ട്രോങ് ആവും നായകൻ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആരെ അവതരിപ്പിക്കും, ഇത് ആരുടെത്തേക്കാണ് നമ്മൾ ഇപ്പോൾ തമിഴ് പറയുന്ന ഒരാളാണ്. അപ്പം എന്താണെങ്കിലും മലയാളത്തിലുള്ള എല്ലാവരും റൂൾഡ് ഔട്ടാണ്. അപ്പം ആരെ എന്നുള്ള ആലോചനകളിൽ നമ്മൾ എടുക്കുന്ന ഒരു കാസ്റ്റിംഗ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ആദ്യം വന്ന പേരുകളിലൊന്നും ഇദ്ദേഹത്തിൻ്റെ. ഇദ്ദേഹം അത് ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ല, കാരണം പുള്ളീൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സിനിമ, സ്റ്റൈൽ ഓഫ് ആക്ടിങ് എല്ലാം വേറെ ടൈപ്പിൽ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് അപ്പോൾ അത് വൈശാഖൻ നേരെ സംഘടിപ്പിച്ച. അപ്പോൾ ലക്കിലി ഇദ്ദേഹം ടോബിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കഥ കേട്ടു, അദ്ദേഹം അപ്പം തന്നെ ഓക്കെ അടിച്ചു. അപ്പോൾ ഈ ടോബിയുടെ പ്രൊമോഷൻ വേളയിൽ വെച്ചാണ് അല്ലേ ടോബിയുടെ പ്രൊമോഷൻ. ഇപ്പോൾ മിഥുൻ്റെ ഒരു ഇതുവരെയുള്ള സിനിമ കരിയറിൽ വന്നെങ്കിൽ വംശാധിവശനെ തൊട്ട് ഇപ്പോൾ ആടാകട്ടെ അല്ലെങ്കിൽ ആൻമരിയ, അതിനുശേഷം വന്നിട്ടുള്ള സിനിമകൾ ഒന്നെങ്കിൽ ത്രില്ലറുകൾ അല്ലെങ്കിൽ ഭയങ്കര കോമഡി മൂവീസ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ടൈപ്പ്. ഇത് അതിനൊക്കെ കുറച്ചുകൂടെ ചേഞ്ച് ആയിട്ടൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ കോമഡി ആയിട്ടുള്ളത്. അപ്പോൾ ത്രില്ലറുകളാണോ അല്ലെങ്കിൽ കോമഡിയാണോ അതും അല്ലെങ്കിൽ ഇപ്പോൾ ആക്ഷൻ കോമഡിയോ, ഏതാണ് കുറച്ചുകൂടെ എളുപ്പം അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ഏതായിരിക്കും? കോമഡി അല്ലേ, കോമഡി ആണ്. കാരണം ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഇത്തിരി ചില്ലറ പണിയല്ല. നമുക്ക് നല്ല കലക്കണ ആക്ഷൻ സെറ്റ് പീസുകൾ വെച്ചിട്ട് വേണമെങ്കിൽ റിഹേഴ്സ് ചെയ്ത് ട്രെയിൻ ചെയ്ത് നല്ല സെറ്റ് പീസുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിഷ്വൽ വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല ത്രില്ലിംഗ് മൊമെന്റ്സ് നമുക്ക് സൗണ്ട്, മ്യൂസിക് എല്ലാം വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കോമഡിക്ക് ഇതൊന്നുമില്ല. കോമഡിക്ക് ആക്ടേഴ്സ് പിന്നെ റൈറ്റിംഗ് ഈ രണ്ട് സാധനം വേണം ഉള്ളൂ. അപ്പോൾ കോമഡിയാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾ ലോകത്തിലെ ഏത് റൈറ്ററോട് ചോദിച്ചാലും ഡയറക്ടറോട് ചോദിച്ചാലും ആക്ടറോട് ചോദിച്ചാലും ചിരിക്കട്ടെ, നിങ്ങൾ ചിരിക്കണമല്ലോ. അപ്പോൾ കോമഡിയാണ് ബുദ്ധിമുട്ട്. അഞ്ജന ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പം എന്താ പറയാൻ പറ്റുക? പേരല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ക്യാരക്ടറിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. ഒരു എന്താ പറയുക, ഒരു സിറ്റി ഗേൾ ആണ്, ഒരു കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു സിറ്റി ഗേൾ ആണ്. അതല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ഇന്ദുലേഖ ടർബോ ജോസിനെ കാണുന്നു, വെട്രിവേലെ കാണുന്നു, ഈ കഥാപാത്രങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് സിനിമ കണ്ടു തന്നെ അറിയാം. ഈ ഹംസത്തിന് ശേഷം പിന്നെ മലയാളം ഇപ്പോ നെക്സ്റ്റ് കാണുന്ന ക്യാരക്ടറാണ്. അപ്പോ എക്സ്പെക്ടേഷൻസ് പ്രഷർ കുറച്ച് ഉണ്ട്. അല്ല, നല്ല കാര്യം തന്നെയാണ്. ഹംസത്തിന് അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കി. അപ്പൊ അതുപോലെ തന്നെ ഇന്ദുലേഖയും ഇമ്പാക്ട് ഉണ്ടാക്കട്ടെ എന്നാണ്. ഹംസധ്വനിയായിട്ട് എങ്ങനെയെങ്കിലും ഒരു കമ്പാരിസൺ എന്തെങ്കിലും ഈ ക്യാരക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? കൈൻഡ് ഓഫ് ഹംസധ്വനി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എനിക്കൊന്നൊരു ഏർബൻ ഇതിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. അതും ഒരു ഏർബൻ ഗേൾ, സിറ്റിയിൽ ജനിച്ചു വളർന്ന അങ്ങനെ ഒരു ഏർബൻ, ഇതിനും ഒരു ഏർബൻ ടച്ച് ഉണ്ട്. അതല്ലാതെ അത്രയും സിമിലാരിറ്റീസ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ വൈശാഖ് സാർ, അദ്ദേഹത്തിനൊരു ഡയറക്ടർ, അദ്ദേഹത്തിന് എന്താ പറയുക, പോക്കറ്റ് രാജ് തൊട്ട് പുലിമുരുകൻ, മധുരാജ് ഒക്കെ ചെയ്ത ഒരു വമ്പൻ ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിനുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വൈശാഖ് സാറ് എന്താ പറയുക, എനിക്കൊന്ന് നരേഷൻ ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് പോസിറ്റീവ് സൈൻ ആയിരുന്നു വൈശാഖ് സാറിൻ്റെ ഹോൾ അപ്രോച്ച്. കാരണം ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന എൻ്റെ കംഫർട്ട് സോണിന് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡാണ്. അപ്പോൾ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കഥാപാത്രത്തിനെ പറ്റിയും ഉണ്ടായിരുന്നു, കഥയെ പറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്ന വൈശാഖ് സാറാണ്. ആൻഡ് ഈസ് വെരി ഓപ്പൺ ടു എനി സജഷൻസ്. എന്താണ് സജഷൻസോ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ എന്താണെന്ന് വെച്ചാൽ ഈസ് വെരി ഓപ്പൺ ടു ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇസ് റിയലി എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന, ആസ് ആൻ ആക്ടർ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സാധനമാണ്. ഈ കേരളത്തിനൊപ്പം തന്നെ കോയമ്പത്തൂർ ഷൂട്ട് ഉണ്ടായിരുന്നത്, ചെന്നൈ, കേരളം, ഈ 3
മൊത്തം എത്രാമത്തെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഏകദേശം? 100 ചില്ലറ ദിവസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമകൾ ഇത് കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക പറയുകയുണ്ടായി ഈ അടുത്ത കാലത്ത് ഏറ്റവും പരിക്കേറ്റ സിനിമ ഇതാണ്. അത്രത്തോളം സ്റ്റൺ സീക്വൻസുകളുണ്ട്. എന്താ പറയുക, പഴ്സ്യൂട്ട് ക്യാമറ യൂസ് ചെയ്യുന്നു, ഒരുപാട് എന്താ പറയുക ടെക്നോളജിക്കലി സ്റ്റൺസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം എത്ര ഫൈറ്റ് സീക്വൻസുകളുണ്ട് ഈ സിനിമയിൽ? പറയില്ല. കാരണം എന്താ പറയുക, ഓൾറെഡി ഫാൻസ് പറയുന്നുണ്ട് പള്ളിപ്പെരുന്നാൾ ഫൈറ്റ്, ബാർ ഫൈറ്റ്, പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്. ട്രെയിലർ ഡീകോഡ് ചെയ്തു, പള്ളിപ്പെരുന്നാൾ ഫൈറ്റ്, പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, അങ്ങനെ അങ്ങനെ സ്ക്രീൻഷോട്ടുകൾ വെച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഫൈറ്റുകളുണ്ട്. അത് എന്താ പറയാൻ പറ്റുക ഇപ്പൊ ഫൈറ്റുകളെ കുറിച്ച്? അതെ, ഫൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ആക്ഷൻ ഡയറക്ടറും നമുക്ക് എല്ലാവരും ചേർന്ന്, വൈശാഖനൊക്കെ ചേർന്നിട്ട് അത് എഡിറ്റർ ഷമീറും എല്ലാവരും ചേർന്ന് അത് നല്ല രസമുള്ള പല സ്വഭാവത്തിലുള്ള ഫൈറ്റുകളാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഫൈറ്റ് ആയാലും ജെയ്സ് ആയാലും ഒക്കെ. ഇപ്പൊ പുലിമുരുകൻ എന്നൊക്കെ പറയാതിന്റെ ഏറ്റവും കീ സോൾ എന്ന് പറയുന്നത് ഫൈറ്റ് സീക്വൻസുകളാണ്. അപ്പൊ അതുപോലെ ഈ പടത്തെ എൻലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റ് സീക്വൻസുകളായിരിക്കും എൻഹാൻസ് ചെയ്യാനുള്ള പ്ലാനോട് കൂടി തന്നെയാണ് നമ്മൾ ഫൈറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇതിൽ അണിയറ പ്രവർത്തകർ ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂക്കയായിട്ടൊരു ട്രെയിലറിൽ ഡയലോഗ് സീനുണ്ട്, അത് കഴിഞ്ഞ് എന്തായാലും ഒരു ഫൈറ്റ് ഉണ്ടായേക്കാം. ഞാൻ ട്രെയിലർ കണ്ടിരുന്ന ട്രെയിലർ ഡയലോഗ് ഉണ്ടല്ലോ, ശേഷം ഒരു ഫൈറ്റ് ഉണ്ടായേക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. അവരുടെ the way he actually approaches every scene is very fresh to see. Even with the first scene that we had to work together, അതിന് എൻ്റെ കുറച്ചും കൂടി ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ I was a little intimidated. I was not able to freely tell the dialogue in the way that I wanted. Suddenly he started helping me with the tone, with the way I might speak. So the moment he started helping me, it became a very relaxed atmosphere. എപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ, ഇത്ര വലിയ ലെജൻഡ് നമ്മുടെ മുമ്പ് നിൽക്കുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ ആ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് അത് വിൽ കിൽ ദ സീൻ. പക്ഷേ he helped me a lot, and the way he was telling the dialogue of my own character gave me a lot of perspective. Oh, it has so much ease, it can be said in this way. And with that, Vaishak as well. Vaishak is അറിയും പടത്തിന്റെ പേസ് എന്താണ്. If I tell the dialogue slowly, he would tell that it is good, but idalla idinte pace കുറച്ചും കൂടി നമുക്ക് ഇത് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. And he was very good. They were a very good team, and like with all these people, like I could pull the character as good as I can do. That's all. Okay. നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നു? ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ തുടക്കം തൊട്ടൊന്നുമല്ല, ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. എങ്ങനെ ഉണ്ടായിരുന്നു? കംപ്ലീറ്റ്ലി ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അതെ, ഓൺ സ്ക്രീനിൽ എനിക്ക് തോന്നുന്നു വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഓഫ് കോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെയാ വരുന്നത്. ഓഫ് സ്ക്രീൻ ഇച്ചിരി കളി വർത്താനം, പിന്നെ ഈ വഴക്ക് അതുകൊണ്ട് ഓൺ സ്ക്രീനും എൻ്റെ കൂടെ വഴക്കിടാൻ ഭയങ്കര യൂസ് വെരി എക്സൈറ്റഡ്. ഇന്ദുലേക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമോ, വഴക്കിടാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെയൊക്കെ ആയിരുന്നു. യൂസ് വെരി ഹാപ്പി. ആ സീൻസ് ഒക്കെ രസമായിരുന്നു കംപ്ലീറ്റ്ലി. ഇപ്പോൾ വൈശാഖനായിട്ടുള്ള ഒരു, ഇപ്പോൾ മിഥുനൊരു റൈറ്ററാണ്, അതുപോലെ ഒരു ഗംഭീര ഡയറക്ടറുമാണ്. വൈശാഖ് എന്ന ഡയറക്ടറെ മിഥുന ഡയറക്ടർ എങ്ങനെ നോക്കിക്കാണും? വൈശാഖേട്ടൻ്റെ സിനിമയോടുള്ള അപ്രോച്ച് ഭയങ്കര പാഷനാണ്. അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, ഹാർഡ് വർക്ക്, അതൊന്നും ഈ പറഞ്ഞ പോലെ ഞാനിപ്പം ഒരുപാട് പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനെന്ന ഡയറക്ടറുണ്ട്, പക്ഷേ അത് ഞാൻ വേറൊരാൾ കണ്ടിട്ടില്ല. പുള്ളി ഉറങ്ങാതിരുന്നുകൊണ്ട് ആ ഷൂട്ടിനെ കുറിച്ച് പ്ലാൻ അങ്ങനെയുള്ള ഇങ്ങനെ പ്ലാൻ, അതായത് ഭയങ്കര സിൻസിയറായിട്ട് ഭയങ്കര പാഷനേറ്റായിട്ട് സെറ്റിലാണെങ്കിലും പുള്ളി ഇങ്ങനെ ഓരോ ഷോട്ടിന് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ലൈറ്റ് അപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ഇരിച്ച് അടുത്ത ഷോട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ വരത്തുള്ളൂ. പുള്ളി കസേരൻ്റെ പെട്ടെന്ന് പോകില്ല, അവിടെ അങ്ങനെ ഇരിക്കും.
കൊണ്ടു നോക്കിയിട്ട് അത്രയ്ക്ക് എന്താ പറയുക ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നൊരു ഫിലിം മേക്കറാണ്. അത്രയും പാഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു തരം അപ്രോച്ചാണ് അദ്ദേഹത്തിന് സിനിമയിലോട്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു സിനിമ വൈശാഖേട്ടനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാനല്ല ശ്രമിച്ചത്. ഞാൻ വൈശാഖേട്ടന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിനിമ അത് എൻ്റെ രീതിക്ക് എഴുതാനാണ് ഞാൻ ശ്രമിച്ചത്. ഒരു വൈശാഖ് സിനിമയാണ് എൻഡ് ഓഫ് ദ ഡേ ആളുകൾ തിയേറ്ററിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സംവിധായകരുടെയും സെറ്റിൽ ഞാൻ പോയിരുന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാറില്ല. ഐ മീൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഡയലോഗിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ പറയാം, ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാം, പ്രീ പ്രൊഡക്ഷണൽ കാസ്റ്റിംഗിൽ നമുക്കിരിക്കാം, നമ്മുടെ അഭിപ്രായം പറയേണ്ടടുത്തൊക്കെ നമുക്ക് അല്ല സെറ്റിൽ പോയിരുന്നിട്ട് ഇത് അങ്ങനെ ഷൂട്ട് ചെയ്യണം, ഇത് ഇങ്ങനെ ഷൂട്ട് വെക്കും, അതെന്താ ഷൂട്ട് ഈ ഷൂട്ട് അതൊന്നും ഞാൻ പറയാറില്ല. അങ്ങനെ ചെയ്താലുള്ള അപകടം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ എഴുതുന്ന സിനിമയ്ക്ക് ഒരുപോലെ ഇരിക്കും. അപ്പോൾ അത് ഞാൻ ഫ്രഷ്നെസ്സും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഒരു സ്ക്രിപ്റ്റിനെ വേറൊരു ഡയറക്ടർ അയാളുടെ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അയാൾക്ക് പണി അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വൈശാഖിന്റെ സ്ക്രിപ്റ്റ് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ധൈര്യമാണ്. കാരണം നമ്മൾ എഴുതി വെച്ചതിന്റെ മുകളിലേക്ക് അദ്ദേഹം ആ സിനിമയെ എത്തിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയും മറ്റു സംവിധായകർക്ക് എൻ്റെ സ്ക്രിപ്റ്റുകൾ വർക്കൗട്ട് ആവുന്നതിനനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒന്നും ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ മൂണ്ടൻ്റെ പുറകെ ഇരുന്നിട്ട് യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനും ഇല്ല. ഞാൻ ഗരുഡന്റെ സെറ്റിൽ പോയിരുന്നു പറഞ്ഞിട്ടില്ല, ഓം ശാന്തി ഓശാനിൽ പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെ ഒന്നുമില്ലായിരുന്നു, അറിയില്ലായിരുന്നു. പിന്നെ ഫീനിക്സിന്റെ സെറ്റിൽ പോയി പറഞ്ഞിട്ടില്ല, ഇതിന്റെ ടർബോയുടെ സെറ്റിൽ പോയി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 8 മാസത്തിനിടയിൽ 3 സ്ക്രിപ്റ്റ് വന്നു, ഒരു പടം ഡയറക്റ്റ് ചെയ്തു. എങ്ങനെ ഈ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പ്രൊജക്ട്സ് വരുന്നത്? 2-3 വർഷം ഞാൻ വെറുതെ ഇരിക്കുക. കോവിഡൊക്കെ ആയി. അതിനുശേഷം ഞാൻ ഉടനെ ഇമ്മീഡിയറ്റ്ലി പടമൊന്നും ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഈ കോവിഡൊക്കെ മാറി സിനിമ പല ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സിനിമ ഇങ്ങനെ ടോട്ടലി അങ്ങ് ഓണായത് ഒരുമിച്ചാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പടപടപടാവുന്ന ഓണായി. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഹോസ്റ്റലർ കഴിഞ്ഞപ്പോൾ കണ്ടൻഷൻ ഫ്രണ്ട് പറഞ്ഞു, മിഥുനും എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് കുത്തിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൂടെ ഒരു വെബ് സീരീസ് നടക്കുന്നുണ്ട്, എല്ലാം കൂടി അണലി നടക്കുന്നുണ്ട്, എല്ലാം കൂടെ വന്നപ്പോൾ ഒരുമിച്ച് വന്നു. ഇപ്പൊ അണലിയോട് കൂടി നമ്മൾ പ്ലാൻ ചെയ്ത സംഗതികളെല്ലാം അവസാനിക്കണം. ഇനിയിപ്പോ നമ്മൾ ഒരു വെബ് സീരീസ് അണലി സ്നേക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ആട് 3 ഉണ്ട്. അപ്പോൾ അത് ഇനി എഴുതണം. അതിൻ്റെ ഒരു കഥ ഓർഡർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പതുക്കെ അത് എന്തായാലും പതുക്കെ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ സംഭവിച്ചതെല്ലാം കൂടെ പടപടമെന്ന് ഒരുമിച്ച് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ആട് 3യെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട് 3 ഇപ്പോൾ പറഞ്ഞ പോലെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്ലാനുമായിട്ട് ഈ വർഷം അവസാനം ഷൂട്ട് തുടങ്ങുന്ന രീതിയിലേക്ക് അത് എത്തുള്ളൂ. കാരണം ഒരുപാട് പ്രിപ്പറേഷൻ വേണം. ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സാധനം ഇതിനകത്ത് പരീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പ്രിപ്പറേഷൻ വേണം. പിന്നെ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. ഈ ആട് 2ന്റെ അവസാനം ആട് 3യുടെ ഒരു അനൗൺസ്മെന്റോടുകൂടിയാണല്ലോ അവസാനിക്കുന്നത്. അത് ആട് 3D ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പ്ലാൻ ഇതുവരെയും വിട്ടിട്ടില്ല. അല്ല, പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് 3D കൺവേർഷൻ എടുക്കേണ്ട ഒരു സമയമുണ്ട്. അതിനുള്ളൊരു ചെലവുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു സിനിമ ചെയ്യുമ്പോൾ ആ 3D കൺവേർഷന് വേണ്ടിയുള്ള സമയവും അതിനുള്ള ചെലവും നിർമ്മാതാവിന് ബെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും 3D വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആട് 3യിലേക്ക് വരുമ്പോൾ ഷാജി പാപ്പനും ടീമും 1നെയും 2നെക്കാളും കൂടുതൽ എങ്ങനെയായിരിക്കും? കുറച്ചുകൂടെ ഫണ്ണിയും അത് വേറൊരു തരം ഐറ്റം പരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും വിട്ടു പറയുന്നില്ല. ഇപ്പോൾ മിഥുൻ്റെ കഴിഞ്ഞ മൂവി ഓസ്ലർ വരുന്നു. ഓസ്ലർ എന്നൊരു മമ്മൂക്ക എലമെന്റ് എന്ന് പറയുന്ന ആ പടത്തെ വല്ലാത്തൊരു ബൂസ്റ്റിംഗ്, പിന്നെ ഭയങ്കരമായിട്ട് തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിനെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കഥാപാത്രം മമ്മൂട്ടി എടുത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നമ്മള് മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളിലേക്ക് ആക്സിഡന്റലി എത്തിയതാണ്. നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്ന ആളുകൾ വേറെ ടൈപ്പ് ഓഫ് മീൻസ് വലിയ ആളുകൾ തന്നെയാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. മമ്മൂക്ക ചെയ്തില്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾ ഈ പറയുന്ന ഇമ്പാക്ട് ചിലപ്പോൾ വരില്ലായിരുന്നു. മമ്മൂക്ക ചെയ്തുകൊണ്ടാണ് അതിനകത്ത രീതിയിൽ ആ ഫ്ലാഷ് ബാക്ക് അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കാരണവും മമ്മൂക്കയുടെ നറേഷനും സ്റ്റോറി ടെല്ലിങ്ങുമാണ്. ഇത്രയും കളക്ഷൻ വരാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും അത് തന്നെയാണ്. നമുക്കില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഇമ്പാക്ട് ഒരിക്കലും വരില്ല. അത് അൺഡൗട്ടഡ്ലി വരില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് എൻ്റെ ഇടയിൽ വന്ന ചില ട്രോളുകളൊക്കെ കണ്ടായിരുന്നു. ഹായ് കൃഷ്ണദാസ്, ഹായ് ഓസ്ലർ എന്നൊക്കെ പറഞ്ഞു കണ്ടിരുന്നു. പിന്നെ
നമ്മളെല്ലാം കാണാറുണ്ട്. എൻജോയ് ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാത്തരം ട്രോളുകളും വിമർശനങ്ങളും അപ്രീസിയേഷൻസും എല്ലാം ഒരേ മെന്റാലിറ്റിയിൽ എടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്തി. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൺസ്ട്രക്റ്റീവായി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുകയും അടുത്ത സിനിമയിൽ അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ വിമർശകർ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസം നടത്തുന്നവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റേ ഹേറ്റ്രഡ് കൊണ്ട് എഴുതുന്നതും വെറുതെ താറടിക്കാൻ വേണ്ടി എഴുതുന്നതും നമ്മൾ ഗവനിക്കാറ് പോലുമില്ല. അവർക്ക് എഴുതാം, അത് അവരുടെ സ്വാതന്ത്ര്യം. അത് വായിക്കാനും വായിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സിനിമകളും വിമർശിക്കണമെന്നും റിവ്യൂസ് വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അന്നോട്ടേ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഏത് സിനിമയും ആർക്ക് വേണമെങ്കിലും നിരൂപിക്കാം, റിവ്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കൊമേഴ്ഷ്യൽ മൂവി, ഇത് ഒക്കെ ഒരു മസാല എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു പ്രോസസ്സാണ്. എന്നാൽ അതിന് അത്രത്തോളം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകാം അങ്ങനെ ഒരു തോട്ടുണ്ടോ? കാരണം നമ്മളൊരു എന്താ പറയുക, വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമയെ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രേക്ഷകർ അതിനെ അനലൈസ് ചെയ്ത് അതിനെ ബ്രില്യൻസുകൾ കണ്ടെത്താം. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ചെയ്യുന്ന ഒരു സിനിമയെ പക്ഷെ അത്രയും അങ്ങനത്തെ ബ്രില്യൻസുകൾ പ്രേക്ഷകർ അത്ര നോക്കുന്നില്ല. അവർ കുറച്ചുകൂടെ അതിനെ കണ്ടു എൻജോയ് ചെയ്ത് തോന്നും. ചിലപ്പോൾ നാളെ അവരുന്ന് പിന്നീട് OTT ആ സിനിമകളെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ആസ്പെക്ട് വരുമ്പോൾ ഈ കൊമേഴ്ഷ്യൽ അങ്ങനെ കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഇതിനുള്ള ഒരു രസികൻ മറുപടി കഴിഞ്ഞ ഇന്റർവ്യൂല് രാജ് പറഞ്ഞിരുന്നു, 2 kinds of cinemas. അത് അദ്ദേഹം പറയും, നല്ല രസമുണ്ടെന്ന് കേൾക്കാൻ. No, I always believe there are 2 kinds of cinema. One will make you reflect your life, where you are, what is happening in life. But I have a question. If you are in a city of Bangalore and working as an auto driver and have a very hard life to earn your 500 or 700 rupees, do you want to go home and reflect the same life again? I don't think so. So there is another kind of cinema, which is a catharsis cinema, which will actually make you forget your life. Escape from reality. Okay, so what do you do is, it has another, even though it's an escape from reality, there is also catharsis. The reason is, I wanted to become something, but life didn't allow me to. But my hero is becoming something in front of me on screen. So I relate with him, I enjoy with him, I love with him, I celebrate with him, I hit people, and I come out as a hero. I think there are 2 kinds of cinema. So both the cinemas are right until it doesn't harm anybody. Yes. എനിക്ക് തോന്നുന്നു നല്ല കൊമേഴ്ഷ്യൽ സിനിമ നമ്മൾ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരു മോശം കൊമേഴ്ഷ്യൽ സിനിമ കാണുമ്പോഴാണ്. എനിക്കങ്ങനെയാണ്. കാരണം അത് നമ്മൾ ഓഫ് കോഴ്സ് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ. That's the other thing is one of my director from Karnataka had told Rishabh Shetty. Rishabh had told I'm doing a commercial film, I don't know how to do. So the other person said, Yogaraj, but he said, no, you don't worry, it's very simple. This time, why hero hits villain? That's the story. That's all. But there should be constructed in that small window. You need to create a freshness. That is very challenging. Okay, give me 100 crore. Will I be able to do a commercial film? No. We need to have the skill set. We need to learn the passion. We need to have everything. So to show action is not easy. To have adrenaline rush is not easy. Goosebumps moments are easy. Jailer കാണുമ്പോൾ ഞാൻ അടിച്ചു. I have no comments. I have no reviews. I loved it. Take my 150 rupees. I enjoyed. I'm going. And in the same way, I would love a separation. But I don't come to theater to see Jailer and feel separation. Okay. Separation വേറെ പട, Iranian film I think. അത് വേറെ പട. Jailer. But I enjoy both. You cannot actually categorize me in a way. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഗരുഡൻ എഴുതുന്ന രീതിക്കല്ല നമ്മൾ ആ അപ്രോച്ച് അല്ല ടർബോ നമ്മൾ എഴുതുന്നു. രണ്ടും 2 തരം സിനിമകളാണ്. 5-ാം പാതിരി എഴുതുന്ന അപ്രോച്ചിലല്ല ഗരുഡൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സിനിമയും ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്യൂവിങ് ആവശ്യപ്പെടാറുണ്ട്. ഇത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് commercial film. No, the simplest thing is, if he's an architect, so if I want to build a house which looks like a cottage,
And if he builds everything like a RCC, then he has a problem. അല്ലേ? ഇതിന്റെ സ്റ്റൈൽ സർ I want to live in that. അല്ലേ? So if he's building a lodge, it should be for a certain purpose. If he's building a school, it should be of a certain purpose, and then a house. I think that's his greatness. Yes. So if we ask like, why is it not like a lodge? Then I think the question is wrong. Rather than like, because he's an architect, he needs to structure something new. So now he's building a commercial film. So he has used his skill set for the first time. അല്ലേ? ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഫസ്റ്റ് ടൈം ആണ് ഒരു അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ശ്രമങ്ങളാണ്. അപ്പം രാജ് പറഞ്ഞ പോലെ വി ആർ ബേസിക്കലി സ്റ്റോറി ടെല്ലേഴ്സ്. അപ്പം പല കഥകൾ പറയാനുണ്ട്, പലതരം കഥകൾ പറയാനുണ്ട്. അപ്പം അതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചിലതൊരു ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെടും, ചിലതൊരു ന്യൂനപക്ഷത്തിന് ഇഷ്ടപ്പെടും. ചില കഥകൾ ചിലപ്പോൾ നമുക്ക് മാത്രമായിരിക്കും ഇഷ്ടപ്പെടും, ഒരാൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെയും സംഭവിക്കാം. നമുക്ക് വേണ്ടിയിട്ടൊരു പടം. അതെ, അങ്ങനെയും സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആരും സിനിമ മോശമാവണമെന്ന് വിചാരിച്ച് ചെയ്യുന്നു. നമ്മൾ ഈ തട്ടിക്കൂട്ടുന്ന സിനിമകളുടെ കാര്യമല്ല പറഞ്ഞത്. അപ്പം നമ്മളൊരു കഥ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഈ ചിത്രം എന്താ പറയാ, പ്രേക്ഷകർ ഇരുകൈന്നിട്ട് സ്വീകരിച്ചാൽ നമ്മുടെ പഴയ കോട്ടയം കുഞ്ചിൻ 2 അതിലൊരു അതുണ്ടാവില്ല. അത് നമ്മൾ അന്നേ ഡ്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇത് സ്വീകരിച്ചാൽ മറ്റൊരു പടം പിടിക്കാം. അതെ, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. പുള്ളി അങ്ങനെ വിജയപരാജയങ്ങൾ മാനദണ്ഡമാക്കിയല്ല ആളുകളോട് സഹകരിക്കുന്നതും ഡേറ്റുകൾ കൊടുക്കുന്നതും. പക്ഷേ അതൊക്കെ നോക്കേണ്ട ഒരു തലം അല്ലെങ്കിൽ ഒരു അവസ്ഥയൊക്കെ എന്നേ താണ്ടി കഴിഞ്ഞു. കഥ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ക്രൈറ്റീരിയ. നമുക്കങ്ങനെ ശരിയും പടങ്ങൾ. പക്ഷെ നമുക്കൊരു ധൈര്യം വരണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനോട് ചെയ്യുന്ന സിനിമകൾ വർക്കാവണമല്ലോ. ഇപ്പോൾ ഇത് വളരെ ചെറിയാണ്. നമുക്കിവിടെ ഇപ്പൊ 2 തിരക്കഥകൾ നമുക്കിവിടെ പറഞ്ഞു. അതെ, ഈ ഇതില് ഒരു പുതുമുഖ സംവിധായകൻ അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു തിരക്കഥയുണ്ട്, മമ്മൂക്കയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ ഒരു ആലോചിക്കുന്ന കുറേ ആളുകളുണ്ട്. മമ്മൂക്കയിലേക്ക് എങ്ങനെ അപ്രോച്ച്, ഒരു മിഥുൻ മാനുവൽ എന്ന് പറയുന്ന റൈറ്റർ, മിഥുൻ മാനുവൽ എന്ന ഡയറക്ടർ, അവരോട് എങ്ങനെ മമ്മൂക്കയോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയാൻ പറ്റുക? എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ചേട്ടൻ ഫോൺ വിളിച്ച് നമുക്ക് വരാൻ കഥ പറഞ്ഞു. പക്ഷെ പുതിയ ആൾക്കാർ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്കയാണ് കഥകളെല്ലാം നേരിട്ട് കേൾക്കുന്നത്. അപ്പം അവിടെ സെറ്റിൽ പോവുക, ജോർജേട്ടനോ അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പം ഇന്നൊരു കഥയുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഒരുപാട് സിനോപ്സുകൾ ഇങ്ങനെ 5-6 പേജിൽ ഉള്ള സിനോപ്സിസുകൾ മൊബൈലിൽ നിന്ന് ഇങ്ങനെ ടാബിലൊക്കെ ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ സിനോപ്സിസ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തിക്കാമെന്നുള്ളത്. സിനോപ്സ് അടിപൊളിയാണെങ്കിൽ അദ്ദേഹം വിളിക്കും. എത്രയോ കഥകൾ അദ്ദേഹം കേൾക്കുന്നതാണ്. അപ്പം ഏത് ജോണറിലാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ജോണറിലും പുള്ളി ഇപ്പം കഴിഞ്ഞ കുറച്ചധികം സിനിമകൾ എടുത്ത് നോക്കിയാൽ പലതരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പലതും ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരു റിസപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞാൽ അപ്പടേറ്റ് കിട്ടും. ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് അത്. ഇത് ലാസ്റ്റ് നമുക്ക് അവസാനമായിട്ട് ചോദിക്കാന്ന് വെച്ചാൽ, മിഥുൻ്റെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആടിച്ചു എന്ന് പറയുന്നത് ജയസൂര്യയുടെ കരിയറിൽ ഒരു വലിയ ഹിറ്റായ ഒരു സിനിമയാണ്. 5-ാം പാതിര വന്നു കഴിഞ്ഞത് ചാക്കോച്ചൻ്റെ കരിയറിലെയും ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ജയറാമേട്ടൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാണ് ഹോസ്റ്റലർ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മമ്മൂക്കയുടെ കരിയറിലേക്ക് ഏറ്റവും വലിയൊരു ഹിറ്റ് ആക്കാൻ പറ്റും. കാരണം ഒരു 100 കോടി 150 കോടി 200 കോടി എന്നൊക്കെ പറയുന്ന ഒരു സംഖ്യയും അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ മലയാള സിനിമ അങ്ങനത്തെ ഒരു ഹൈപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു if it happens, I think he wouldn't regret for sure. Happy. സംഭവിച്ചാൽ കുഴപ്പമില്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതൊന്നും ഈ നമ്പേഴ്സ് ഒക്കെ എങ്ങനെ പ്രഡിക്റ്റ് അതെ ഒരു തരത്തിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സംഭവിച്ചാൽ സന്തോഷം, വളരെ സന്തോഷം. അതാണ് പറയാനുള്ളത്. ഇപ്പം നമുക്കൊരു സിനിമ രക്ഷപ്പെടുമ്പം അതിൽ മതിമറക്കാനോ ആനന്ദിക്കാനോ ഒന്നും നമ്മളില്ല. ഒരു ആശ്വാസം. അത് ആദ്യത്തെ സിനിമ വിജയിച്ചു, അടുത്ത സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്ത ഫസ്റ്റ് പടം തന്നെ പരാജയപ്പെട്ടു. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ആശ്വാസം തോന്നുന്നു, രക്ഷപ്പെട്ടു, വട്ടി തപ്പിച്ചു. അത് തന്നെ, അതാണ് ഒരു ആശ്വാസം. ആ സാധനം അത് ഇപ്പം നിങ്ങൾക്കും അങ്ങനെയല്ലേ? ഇത് ആൾക്കാർ സ്വീകരിച്ചു. ആശ്വാസമാണ്. ശരിയാ. ഇപ്പൊ താങ്കൾ ഇനിയിപ്പോ 2 പ്രൊജക്ട്സ് മലയാളത്തില് 1-2 പ്രൊജക്ട്സ് പറഞ്ഞു. എന്താണ് ഇപ്പൊ അതിന്റെയൊക്കെ ഫർദർ അപ്ഡേറ്റ്സ്? ഇപ്പോൾ മ്യൂസിക് സ്റ്റേജിലുണ്ട്. സോ ഐ നീഡ് ടു കോൾ ദം ആൻഡ് ഫൈൻഡ് ലൈക്ക് what is the plan. They are also waiting for Tabo, might be.
ഇപ്പോൾ മലയാളത്തിൽ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നൊരു എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടോ? I don't know. നമ്മൾ അങ്ങനെയല്ലല്ലോ അല്ലേ, നമ്മൾ കൊളാബറേഷൻ Collaboration. കാണാം. രാജിന്റെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ വി ആർ നോട്ട് മേക്കിംഗ് കന്നഡ ഫിലിംസ് ഒന്നും മലയാളം ഫിലിംസ് ഒന്നും ഇല്ലാതെ വി ആർ മേക്കിംഗ് എ സിനിമ, ഗുഡ് സിനിമ. അതിനകത്ത് If it is അങ്ങോട്ടും good, it will travel everywhere. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ സഹകരിക്കും. അതിപ്പോ Let's share. ഇപ്പൊ ഈ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയാൻ പറ്റും? എല്ലാവർക്കും കാണാവുന്ന ഒരു എന്റർടൈനർ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, കറന്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം അതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്, സൗഹൃദങ്ങളുണ്ട്. അപ്പം എല്ലാത്തരം ആളുകൾക്കും തിയേറ്ററിൽ വന്ന് കാണാവുന്നതാണ്. എല്ലാവരും വരിക, കാണുക. അപ്പൊ ചിത്രം 23-ാം തീയതി റിലീസ് ചെയ്യാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.